ഇത് കർണാടക സ്റ്റൈൽ ബേങ്കൻ രസവാങ്കിയാണ് കേട്ടോ. വരൂ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വഴുതനങ്ങയിൽ നമ്മളിത് കുറച്ച് മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ സ്റ്റഫ് ചെയ്യും. സ്റ്റഫ് ചെയ്തിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് എന്നിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കണം ഈ കറി കേട്ടോ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് വഴുതനങ്ങ. ഇതാ ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ചെറിയ വഴുതനങ്ങ വേണം കേട്ടോ. ഇതിന് ഈ അറ്റം കട്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, സോ ഈ വഴുതനങ്ങ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, വരും വീഡിയോയിലേക്ക് പോവാം. ഈ രസവാങ്കി ഉണ്ടാക്കാനായി ഞാനിതാ ഒരു 5 കത്തിരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുത് വഴുതനങ്ങ. അതിനെ ഒന്ന് ഒരു 4ആയിട്ട്, അതായത് കുറുകയും നടുകയായിട്ട് ഒരു 4ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങടും അങ്ങടുമായിട്ട് 4 പീസ് ആവണ പോലെ കട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ആ അറ്റം എടുക്കരുത് പറയണം, ആ പച്ച കളറിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഡീറ്റെയിലായി പറയണം, പുതിയതായിട്ട് ഉണ്ടാക്കണവർക്കും ഒന്ന് മനസ്സിലാവട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. അതിനെയൊക്കെ മുറിച്ച ശേഷം നമ്മളതിൽ വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ വഴുതനങ്ങ വന്ന് കറുപ്പ് കളർ, ഓക്സിജൻ തട്ടുമ്പോൾ അത് കറുപ്പ് കളറാവും കേട്ടോ. അതേപോലെ നമുക്ക് പൊട്ടറ്റോ ഒക്കെ അങ്ങനെയല്ലേ, പൊട്ടറ്റോ, വാഴയ്ക്ക. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ മല്ലി ഇട്ടു, ഒരു 1/2 സ്പൂൺ കടലപ്പരിപ്പ്, ദെൻ ഉഴുന്ന് പരിപ്പ്, ദെൻ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക്, ദെൻ വറ്റൽമുളക് കുറച്ച് മതിയിട്ട് ആവശ്യത്തിന്, ബിക്കോസ് കുരുമുളകാണ് ഇത് മെയിനായിട്ട് നിൽക്കേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു. തേങ്ങ വന്ന് ഞാൻ ചിരകി വെച്ചതില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ അവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിൽ താഴ്ത്തുക. ഇപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തണുത്ത് കഴിഞ്ഞു. നമ്മളതിനെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ വെള്ളമൊഴിച്ച് കലക്കരുത്, അത്യാവശ്യം അത് അരയാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ റെഡിയാണ്. അരയ്ക്കേണ്ടത് വന്നിട്ട് നമുക്കതാ ഇത്രയേ ആവാൻ പാടുള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളം ആവരുത്. നമുക്കതായത് വഴുതനങ്ങയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ പാകത്തില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ പിടിപ്പിക്കണം. അത്രയ്ക്ക് കുറച്ച് കട്ടിയിലാണ് നമുക്ക് അരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതാ ഓരോ വഴുതനങ്ങയുടെ ഉള്ളിലും ആ അരപ്പെടുത്തിട്ട് ഉള്ളിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ല സ്പൂണ് കൊണ്ടോ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഇത് വന്നിട്ട് എന്താ പറയുക, വഴുതനങ്ങ വന്നിട്ട് പൊട്ടിപ്പോവാതെ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഈ അരപ്പിലേക്ക് നമ്മൾ ജീരകം യൂസ് ചെയ്യില്ല കേട്ടോ. ജീരകം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ജീരകം വഴറ്റുമ്പോഴാണ് ഉലുവയും ജീരകവും ഇടാൻ പോണത്. ഓക്കെ, ഈ അരപ്പിൽ അതില്ല. പിന്നെ നമ്മൾ ഉള്ളിയും ചേർത്തിട്ടില്ല, ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഒരു സാധനവും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൽ നല്ലെണ്ണ ഒഴിക്കുക, കടുകിടുക, ദെൻ അതിലേക്ക് ഉലുവ ഇടുന്നുണ്ട്. ജീരകം വേണമെങ്കിൽ ഇപ്പോൾ ഇടാം വേണ്ടവർക്ക്. ദെൻ അതിലേക്ക് മുളക്, കറിവേപ്പില. ഇത് വന്നിട്ട് സ്റ്റഫ് ചെയ്ത് ബാക്കി വന്ന മസാലയാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ കടുകൊക്കെ പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അതായത് നമ്മൾ അതിനെ ഒന്ന് മൂടി വെച്ച് സ്ലോ ഫ്ലെയിമിൽ വേണം അതിനെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒരു 75% ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായി വഴറ്റി കഴിയുമ്പോൾ നമ്മളവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, വെള്ളത്തെ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വെള്ളം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ബാക്കി വന്ന മസാല ഇതിലിടാൻ വേണ്ടിയിട്ടാണ് അതിൽ വെക്കണത്, സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ കടലപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നല്ല തിക്കനാവും. പിന്നെ ഈ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുക. ആൾറെഡി നമ്മൾ അരപ്പ് ഉള്ളിൽ സ്റ്റഫ് ചെയ്തതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്.
ഉപ്പ് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് ആവശ്യമുള്ളത് മാത്രം ഇടുക. അതിലേക്ക് കുറച്ചൊരു വെല്ലം കൂടി ഇട്ട് കൊടുക്കുക ബാലൻസ് ആവാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അടിപൊളി കറി തയ്യാറാണ്. ഇതാണ് കർണാടക സ്പെഷ്യൽ ബേങ്കൻ രസവാങ്കി. ഇനിയിപ്പോൾ ഇത് ചൂട് ആറുമ്പോൾ അതൊന്നുകൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. ഓക്കെ, അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നല്ലോണം നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഈ കറി ചോറിന് വളരെ ബെസ്റ്റാണ് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.